പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാവം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 24-ാമത്തെ വേദഭാഗം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24-ാം വേദഭാഗം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ദിദിമോസ് എന്ന തോമസ്, യേശു അവരുടെ അടുക്കൽ വരുമ്പോൾ അവരുടെ അടുക്കൽ ദിദിമോസ് എന്ന തോമസിനെ കാണാത്ത ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് വായിച്ചു കേട്ടത്. കർത്താവിന് സ്തോത്രം. യേശു ശിഷ്യന്മാരുടെ നടുവിലായിരിക്കുമ്പോൾ യേശു വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ മന്ദിരം പൊളിച്ചാൽ 3 നാളുകൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വിഷയങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും യേശു വന്നപ്പോൾ 11 പേരും ഉണ്ടായിരുന്നിട്ടും 12 ഒരുവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദിദിമോസിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടാകുന്നില്ല. യേശു ഉയർത്തെഴുന്നേൽക്കും. കാരണം ദിദിമോസിന്റെ കണ്ണിൽ കണ്ട കാഴ്ച, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കണ്ണുകളിൽ അവർ കണ്ട കാഴ്ച, യേശുവിനെ കൂടെ നിന്നവൻ ഒറ്റിക്കൊടുത്ത് യേശുവിനെ സ്തോത്രം ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ഒരു വലിയ കാഴ്ച അവർ കണ്ണുകൊണ്ട് കാണുകയാണ്. വലിയൊരു തകർച്ച, അല്ലെങ്കിൽ ഒരു വലിയ ക്രൂശീകരണം, പിടിച്ചുകൊണ്ടു പോകുന്നത്, ഒറ്റ ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുന്നതെല്ലാം അവർ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് സ്തോത്രം മറ്റു പലരിലും വിശ്വാസം ഉണ്ടായിട്ടും തോമസ് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. 20-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അതിനൊരു തെളിവ് കാണാൻ കഴിയുന്നത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അവർ അറിഞ്ഞില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള തിരുവെഴുത്ത് കാര്യം മറിയ കണ്ടു, കൂടെ ഉണ്ടായിരുന്നവർ കണ്ടു, മറ്റുള്ള ശിഷ്യന്മാരൊക്കെ കാണുമ്പോഴും സ്തോത്രം അവരറിയാത്തൊരു കാര്യം, ഇവർ എഴുന്നേൽക്കുമെന്ന് അറിവിൽ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ മക്കളോട്, സഹോദരങ്ങളോട് ഞാൻ പറയാം, ആശ്ചര്യത്തോടെ ചില കാഴ്ചകൾ കാണാൻ, നമ്മുടെ ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ആശ്ചര്യപ്പെടുത്തുന്ന ചില കാഴ്ചകൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ കാണിക്കും. കർത്താവിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തൊന്ന് വർദ്ധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇട ചെയ്യട്ടെ. ഈ അധ്യായത്തിൽ തോമസ് എന്ന മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഇവന് കാണാൻ കഴിയുന്നില്ല. കർത്താവിന് സ്തോത്രം. നമുക്ക് ആ കാഴ്ച തന്നെ പുറകോട്ട് നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും വ്യക്തമായി കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലാസർ മരിച്ചു, അടക്കം ചെയ്തു, 4 ദിവസമായി നാറ്റം വെച്ചു എന്നൊക്കെ പറയുമ്പോഴും യേശു ഇരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റിട്ട് ലാസറിന്റെ വീട് എവിടെയാണ്, ബഥേനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ തോമസ് പറയുന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാ, നമുക്കും അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ കർത്താവ്, സാക്ഷാൽ നസ്രയനായ യേശു തന്റെ മുൻപിലുണ്ടായിരുന്നിട്ടും ഇന്നലകളിൽ അത്ഭുതം കണ്ടിട്ടും അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വീര്യപ്രവർത്തികൾ ചെയ്യാൻ സന്നദ്ധനായ, സമർത്ഥനായ, കരുത്തുള്ള ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും വിശ്വസിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറാകാതെ അവിശ്വാസത്തിന്റെ വാക്ക് പറയാം, വാ, നാമും അവനോടുകൂടെ മരിക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതേ പദത്തിൽ തന്നെ, അതേ വിശ്വാസത്തിൽ തന്നെയാണ് താൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷവും സ്തോത്രം യേശു വന്നപ്പോൾ 12 ദിദിമോസ് എന്ന തോമസിനെ കാണാൻ കഴിയുന്നില്ല. കാരണം അവൻ കാണാതെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിച്ച് ഏറെ നാൾ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടാതെ വളരെ വേദനയോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്നു, എന്നെ കേൾക്കുന്നു എങ്കിൽ ഈ തിരുവചനം നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. തൊട്ട് താഴത്തുള്ള വാക്യത്തിൽ 29-ാം വാക്യത്തിൽ യേശു അവനോട് പറയുന്നൊരു പദമുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കണ്ടു വിശ്വസിക്കുന്നവരുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ യേശു ഏറ്റവും ഊന്നൽ കൊടുത്ത് പറഞ്ഞപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ തളർന്നിരിക്കുന്ന, വലഞ്ഞിരിക്കുന്ന, വല്ലാതെ അവസ്ഥകളിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ പ്രവചന ശബ്ദമായി കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ആശ്ചര്യപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കാണിക്കാൻ, ചില കേൾവികൾ കേൾപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ്
നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ആ വിശ്വത ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ആശ്ചര്യപ്പെടുത്തുന്ന ചില കാഴ്ചകളും കേൾവികളും നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വാഗ്ദത്ത വിഷയങ്ങളെ പ്രാപിക്കാൻ കഴിയും. എബ്രായ ലേഖനം 6-15 വാക്യത്തിലൊക്കെ പറയുന്നു, അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് അബ്രഹാം വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. പക്ഷേ അവിശ്വസിച്ചവരുടെ വില പറയാം, അവരോടുകൂടെ നാമും ദൈവവചനം കേട്ടവരായിരുന്നു. എബ്രായ ലേഖനം 4-2 വാക്യത്തിൽ വായിക്കുന്നതാണ്, അവരോടുകൂടെ നാമും ദൈവവചനം കേട്ടവരായിരുന്നു, പക്ഷെ വിശ്വസിക്കാത്തത് കൊണ്ട് അത് നമ്മളിൽ വെളിപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഓടി വരുമ്പോൾ 21-8 വാക്യത്തിൽ കാണുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ എന്ന് ഇങ്ങനെ അറക്കപ്പെട്ടവർ എന്നിങ്ങനെ കുറെ ഗ്രൂപ്പുകാരുടെ പേര് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവുമാണ് എന്ന് പറഞ്ഞാൽ അവിശ്വാസിക്കുള്ള ഓഹരി തീയും ഗന്ധകവുമായി മാറും. ഈ പകലിൽ എനിക്ക് സന്ദേശമാണ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ഇതുവരെ കാത്തിരുന്നിട്ട് മറുപടിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കാൻ തയ്യാറാകുക. അവിശ്വസിക്കാനല്ല, വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടും, വേഗത്തിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഒന്നും കൂടെ പറഞ്ഞാൽ ഈ അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിലേക്ക് വരും. യേശു കർത്താവ് വളരെ ഊന്നൽ കൊടുത്തൊരു പദം പറയുന്നത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ജീവൻ ഉണ്ടാകാം. വിശ്വസിക്കുവാൻ നമുക്ക് വേണം. നമ്മിൽ വിശ്വാസം ഉണ്ടാകട്ടെ, വിശ്വാസമുള്ളതാകട്ടെ. പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമ്മൾ മറന്നാലും മറക്കാത്ത നല്ലൊരു ദൈവം നമുക്കുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, കരുതലോടെ, വിശ്വാസത്തോടെ, വിശ്വാസ വർധനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവേ അവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.